പാലക്കാട് മണ്ണാർക്കാട് തച്ചനാട്ടുകര സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 38-കാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ച മങ്കട സ്വദേശിയുടെ ഫലവും ഉടൻ വരും. നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദോ, ഇപ്പോൾ ഫലം പോസിറ്റീവാണ് എന്ന് മനസ്സിലാക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കടക്കുന്നത്? നിലവിൽ വലിയ ആശങ്കയൊക്കെ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് അല്പസമയം മുൻപാണ് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പുറത്തു വന്നത്. ഇന്നലെ കോഴിക്കോട് നടന്ന പരിശോധനയിൽ നിന്നും നിപ്പയാണ് എന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പൂനെ വൈറോളജി ലാബിലേക്ക് പരിശോധനാ ശ്രമങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഫലത്തിലാണ് 38-കാരിക്ക് ഫലം പോസിറ്റീവാണ് എന്നുള്ളത് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതോടുകൂടി DMOയ്ക്കും ഒപ്പം തന്നെ അവിടെയുള്ള പഞ്ചായത്ത് അധികൃതർക്കും ഉൾപ്പെടെ വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റേതായ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണാണ്. ഏതായാലും ഈ ഭാഗങ്ങളിൽ ജാഗ്രത പാലിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. നന്ദു, നിലവിൽ ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ച ഇവർക്ക് എങ്ങനെയാണ് ആരോഗ്യനില? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണോ? ഈ കോണ്ടാക്ട് ലിസ്റ്റ്, സമ്പർക്ക പട്ടികയൊക്കെ നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മനസ്സിലാക്കുന്നത് പാലക്കാട് കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ശരി, നന്ദുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പാലക്കാട്ടെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ, അതുപോലെ തന്നെ കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകൾ നിലവിലിപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് സമ്പർക്ക പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിലൊരു തീരുമാനമായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. നന്ദു, മറ്റാർക്കെങ്കിലും നിലവിലിപ്പോൾ അവിടെ ഈ നിപ്പ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? ആരെങ്കിലും ചികിത്സയിലുണ്ടോ? ആർക്കും രോഗലക്ഷണങ്ങൾ ഉള്ളതായി വിവരമില്ല. ഈ സ്ത്രീയുടെ നിലവിൽ ഈ രോഗം ബാധിച്ച സ്ത്രീയുടെ ഈ റൂട്ട് മാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഥിരീകരണം വന്നതിന് ശേഷം പാലക്കാട് കളക്ടറേറ്റിൽ ഇപ്പോൾ DMO ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിനു മുന്നോടിയായി തന്നെ ഈ പഞ്ചായത്ത് അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഭാഗങ്ങളിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായ നിയന്ത്രണങ്ങൾ ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവർ എങ്ങോട്ടൊക്കെ പോയി, എവിടെ നിന്നുമാണ് ഇത്തരത്തിലൊരു നിപ്പ ബാധിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട റൂട്ട് മാപ്പുകളൊപ്പം യുവതിയുമായി ബന്ധപ്പെട്ട സമ്പർക്കത്തിലേർപ്പെട്ട ആളുകളെ കണ്ടെത്തി ഇവരെയും ക്വാറന്റൈനിലേക്ക് അയക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്ത് അവിടെയുള്ള ആരോഗ്യ മേഖലയിൽ ഉള്ളവർ ഉൾപ്പെടെ ആളുകൾ ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ DMOയുമായി ബന്ധപ്പെട്ട യോഗം, DMO ചേരുന്ന യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയം, ഈ ഒരു രോഗം സ്ഥിരീകരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഒപ്പം തന്നെ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ്. നിലവിൽ യോഗത്തിന് ശേഷമായിരിക്കും മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. ഏതായാലും മറ്റാർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇന്നലെ തന്നെ നിപ്പ എന്ന സംശയം വന്നതിനെ തുടർന്ന് ഈ യുവതിയുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒപ്പം യുവതി പോയ സ്ഥലങ്ങൾ, എവിടെ നിന്നുമാണ് നിപ്പ പകർന്നിട്ടുണ്ടാവുക എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. റൂട്ട് മാപ്പ് ലഭിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കൂടുതൽ വേഗതയിൽ നടപടികൾ ആരംഭിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ
എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. നന്ദു, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ച മങ്കട സ്വദേശി, അവർക്കും നിപ്പയാണോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. സാമ്പിളൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കുമോ? കോഴിക്കോട് മരിച്ച കുട്ടിയുടെ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം ലഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മങ്കട സ്വദേശിയാണ് ഈ മരിച്ച കുട്ടി. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട രോഗലക്ഷണമായിരിക്കും എന്നുള്ളൊരു വിവരം ലഭിച്ചത്. ഇതിന് പിന്നാലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർമാരോട് ഉൾപ്പെടെ ക്വാറന്റൈനിൽ പോകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും തന്നെ നൽകാൻ അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നിരവധി ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആശങ്ക ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അധികൃതർ കൈമാറും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രാഥമികമായി നിപ്പ തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ പൂനെയിൽ നിന്നുമുള്ള പരിശോധനാ ഫലം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ കോഴിക്കോടും സമാനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ചും കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഈ കുട്ടി ചികിത്സ തേടിയിരിക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലുള്ള ആളുകളെ കണ്ടെത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടി വരും. ആളുകളെ ക്വാറന്റൈനിലേക്ക് വിടേണ്ട ഒരു സ്ഥിതി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ പരിശോധന തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ പൂനെയിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കുകയും നടപടികൾ കുറച്ചുകൂടി വേഗതയിൽ ആരംഭിക്കുകയും ചെയ്യുക. ഏതായാലും ഇപ്പോൾ പാലക്കാട് മരിച്ച 38-കാരി പാലക്കാട് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ള 38-കാരിക്കാണ് ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സ്ത്രീ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങളില്ല എന്ന് പറയുന്നത് ആശ്വാസകരം തന്നെയാണ്. പക്ഷേ നന്ദു, ഇപ്പോഴും ഈ ചികിത്സയിലുള്ള 38-കാരിയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇവരുമായി സമ്പർക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കൾ, ഇവർക്ക് കൂട്ടിരുന്ന ആളുകൾ, ഇവർക്കൊക്കെ നിർദ്ദേശങ്ങൾ, ക്വാറന്റീനിൽ പോകാൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ ഇപ്പോൾ നൽകിയിട്ടുണ്ടാകില്ലേ? അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചതിനൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളൊക്കെ നടക്കുക. ഈ ഫലം സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെ പാലക്കാട് കലക്ടറേറ്റിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുന്നു. യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുകയും ചെയ്യുക. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ പ്രാഥമികമായി നിപ്പയാണ് എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പൂനെയിലെ ഫലത്തെ ആശ്രയിച്ച് മാത്രമായിരിക്കും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഈ കാര്യത്തിൽ ലഭിക്കുക. പക്ഷേ പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ യുവതിയുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടെത്തുകയും അവരെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ DMO ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കുന്ന വിവരം പാലക്കാട് ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആശ്വാസകരമായി പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകൾക്ക് രോഗലക്ഷണങ്ങളില്ല എന്നുള്ളതാണ്. വരും മണിക്കൂറുകളിലായിരിക്കും കൂടുതൽ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട ലഭിക്കുക എന്നുള്ളതും മനസ്സിലാക്കുന്നു. ഏതായാലും നിലവിൽ ഈ സ്ത്രീ ഇപ്പോൾ ചികിത്സയിൽ തന്നെ തുടരുകയാണ്. ശരി, ശ്രീ നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് മണ്ണാർക്കാട് തച്ചനാട്ടുകര സ്വദേശിക്കാണ് നിലവിൽ ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ 38-കാരി.